നമ്മുടെ ഇന്ന് പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത്, വിദ്യാലയത്തിൻ്റെ സുഹൃത്താണ്, നമ്മുടെ അയൽ വാർഡിലെ കൗൺസിലറാണ് ശ്രീ കൃഷ്ണകുമാർ അവർ. ഇവിടെ ഹെൽത്തിൻ്റെ നമ്മുടെ മുനിസിപ്പലിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് വിശിഷ്ടാതിഥികളായിട്ട് നമുക്ക് എത്തിയിട്ടുള്ള 3 പേരാണ്. തികച്ചും ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കുടുംബിനി സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അബ്ദുൾ അക്ബർ, അദ്ദേഹത്തിനെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ടീമംഗമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട EO സുവർണകുമാരി ടീച്ചറെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ഉപജില്ലയുടെ നോൺ ബില്ലിംഗ് ഓഫീസറായിട്ടുള്ള ജയശ്രീ മേഡത്തെയും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാലേട്ടനാണ്. ബാലേട്ടനാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് പൂർണ്ണമായും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. സീനിയർ ആയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിയാണ്. ബാലേട്ടനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ബാലേട്ടനെയും നമ്മൾ സ്വാഗതം ചെയ്യും. ശ്രീ മണികണ്ഠൻ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് മാത്രമല്ല പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ ഈ സംരംഭത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ ശ്രീ ബാലേട്ടൻ, വേദിയിലെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ആര്യനഗര സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ കൂടിയായ ശ്രീ കാന്തിക, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബിനിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ അബ്ദുൾ അക്ബർ, EO ശ്രീമതി സുവർണകുമാരി, NMO ശ്രീമതി ജയശ്രീ. നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് ആരോഗ്യമുള്ള ഭക്ഷണം, ശുചിത്വം ഇത് അത്യാവശ്യമായ ഒരു ഘടനയാണ്. ഒരു മാറ്റം വന്നേ മതിയാവുകയുള്ളൂ. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ആരോഗ്യവാന്മാരായി അല്ലെങ്കിൽ ആരോഗ്യവതികളായി ഉള്ള കാലം നമ്മുടെ ഈ ഭൂലോകത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ ഇവിടെ ഈ ഭക്ഷ്യമേള നടത്തുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അവരുടെ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണം അവരോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരോ അവരുടെ ചേച്ചിമാരോ ഒക്കെ ഉണ്ടാക്കിയ ഭക്ഷണം അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ ഷെയർ ചെയ്ത് ഒരു വീട്ടിൽ നിന്നുണ്ടാക്കിയത് മറ്റേ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാനും ഞാൻ വലിയൊരു സംഘത്തിലേക്കൊന്നും മുതിരുന്നില്ല. ഇന്നത്തെ ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ച നമ്മുടെ ആര്യഞ്ചിറ സ്കൂളിനും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും ഇതുമായി ബന്ധപ്പെട്ട ഏവർക്കും അതുപോലെ തന്നെ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഏവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ നിന്ന് കൊടുത്തയച്ച അമ്മമാരടക്കം നമ്മുടെ എല്ലാവരും പങ്കാളികളായിട്ടുള്ള, ഒരു നാട് മുഴുവൻ പങ്കാളികളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി വരെ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ല സദ്യ വരെ എത്തി നിൽക്കുന്നത് വെറുതെ വന്നതല്ല. ഇതുമാതിരിയുള്ള നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും നല്ല സാമൂഹിക പ്രവർത്തകരുടെയും കാഴ്ചപ്പാടിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സംരംഭമാണ് ഇങ്ങനൊരു സംഭവം. കുട്ടികളുടെ ആരോഗ്യം തന്നെയാണ് ഇതിലെ പ്രധാന വിഷയം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതി അത് മുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല സമാധാനത്തോടു കൂടി, നല്ല സ്വാദോടു കൂടി ഭക്ഷണം കഴിക്കാനും ബാക്കി അതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി നടത്തിയ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇതുമാതിരി ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ അറിയിപ്പിച്ചു നിർത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പോഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പോഷന്മാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ഇപ്പോൾ 24 കൊല്ലം കുട്ടികളുടെ കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഈ പാത്രം ഒന്ന് തുറക്കാൻ, അല്ലേ? എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ എന്തായാലും പ്രസംഗത്തേക്ക് ഉപരി നമുക്ക് ഏകദേശം 11 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഭക്ഷ്യമേള നല്ല രീതിയിൽ സംഘടിപ്പിക്കാം. മറ്റു സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരിഞ്ചിറ സ്കൂൾ ഞാൻ കണ്ടൊരു കാര്യം, എല്ലാ സമയത്തും നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്താൽ അതെങ്ങനെ ഉണ്ടാക്കി എന്നത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊണ്ടുവന്നത് നിങ്ങൾ ബുക്കാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറുമുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഭക്ഷ്യമേള എല്ലാ സ്കൂളിലും സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ നിങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവും, അല്ലേ? എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചു എന്നത്. അതിവിടെ നമ്മളൊരു ബുക്കായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ആദ്യമായിട്ട് ഇവിടുത്തെ ഈ കൂട്ടായ്മ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊരു സംരംഭം അല്ലെങ്കിൽ ഭക്ഷ്യമേള എല്ലാവരുടെയും സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ പ്രതിരൂപമായിട്ട് സംഘടിപ്പിച്ച ഈ ഭക്ഷ്യമേളയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ കേന്ദ്രഭരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഏപ്രിൽ 8 മുതൽ 25 വരെ പോഷൻ പക്കോട ആചരിക്കാനായിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് അത് നമ്മുടെ സബ് ജില്ലകളിലേക്ക് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഭക്ഷ്യമേള സംഘടിപ്പിച്ച് അതിന് ബോധവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവരും പാത്രം തുറന്നു, ഒരുപാട് സ്മെല്ലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ഇന്നത്തെ ഭക്ഷ്യമേളയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഭക്ഷ്യമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഹെഡ് മാസ്റ്ററെയും ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് പാർട്ണറായിട്ടുള്ള ശ്രീ അബ്ദുൾ അക്ബർ അദ്ദേഹത്തെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ കെ കൃഷ്ണകുമാർ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ കൃഷ്ണകുമാറിനെയും ഉപഹാരം നൽകുന്നതിനായി ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ മാഷയെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഭക്ഷ്യമേളയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ഷൊർണൂർ AEO ശ്രീമതി സുവർണകുമാരി ടീച്ചർ, സ്കൂളിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സുവർണകുമാരി ടീച്ചറെയും ഉപഹാരം നൽകുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബാലേട്ടനെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപജില്ലാ NMO ആയിട്ടുള്ള ശ്രീമതി ജയശ്രീ, ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ജയശ്രീയെയും ഉപഹാരം നൽകുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറിയായ ശ്രീ മണികണ്ഠനെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ ഒരുക്കി തന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ അധ്യാപകരെയും, PTA അംഗങ്ങളെയും, SSG അംഗങ്ങളെയും, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും അംഗങ്ങളെയും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അവസാനം